നമസ്കാരം. കേരളത്തിലെ ചാനലുകൾ തമ്മിലുള്ള മത്സരം കണ്ടാൽ പലരും മൂക്കത്ത് വിരൽ വയ്ക്കും. കാരണം അത്ര ചെറിയ ഒരു പ്രേക്ഷക സമൂഹമാണിത്. 3.5 കോടി ജനങ്ങളാണ് കേരളത്തിൽ ആകെയുള്ളത്. അതിൽ വാർത്ത കാണുന്നവർ എത്രയാണെന്ന് നമുക്കാർക്കും അറിയില്ല. കാരണം ഈ ബാർക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഒരു കണക്കാണ്. ഈ കണക്കിൽ എത്ര പേർ കാണുന്നു എന്നാരും പറയുന്നില്ല. വളരെ മോശമാണ് എന്നതിൻ്റെ തെളിവ് നമ്മുടെ ചാനൽ റേറ്റിംഗ് എല്ലാം തന്നെ 100 പോയിന്റിൽ താഴെയാണ് നിൽക്കുന്നത്. എന്നാൽ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളുടെ കണക്കെടുത്ത് നോക്കുക, അപ്പോൾ അറിയാം കേരളത്തിലെ വാർത്താ ചാനലുകളുടെ പ്രേക്ഷകരുടെ എണ്ണം എത്ര നിസ്സാരമാണ്. സ്റ്റാർമ എന്ന് പറഞ്ഞ ചാനലാണ് ഏറ്റവും അധികം ആളുകൾ ഇന്ത്യയിൽ കാണുന്നത്. 2467 പോയിന്റ്. രണ്ടാമത് സൺ ആണ്, 2002. മൂന്നാമത്തെ ചാനൽ 1995. നാലാമത്തെ ചാനൽ 1775. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനലുകളെല്ലാം ഏതാണ്ട് 2000 പോയിന്റ് റേഞ്ചിലാണ്. ഇനി ഭാഷാടിസ്ഥാനത്തിൽ നോക്കുക. കന്നഡയിൽ ഒന്നാമതെത്തിയിരിക്കുന്ന ചാനൽ 1245, രണ്ടാമത് 1145, മൂന്നാമത് 644, 457. തമിഴിൽ 1768, 1256, 1024, 539. ആന്ധ്രാപ്രദേശ് തെലുങ്കായി, അതായത് തെലുങ്ക് 2313, 1554, 878, 753. ഇതാണ് എന്റർടൈൻമെന്റ് ചാനലുകളുടെ റേറ്റിംഗ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ, മലയാളത്തിലേക്ക് വന്നാൽ എന്റർടൈൻമെന്റ് ചാനലുകളുടെ റേറ്റിംഗ് ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ആണ്, 765. ഓർക്കണം, ബാക്കി എല്ലായിടത്തും 1000, 2000. ഇവിടെ ഒന്നാമത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് 765. ഫ്ലവേഴ്സിന് 160. എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിനേക്കാൾ 7 ഇരട്ടി താഴോട്ട് 160. പിന്നെ 148, 131, 128 ഇങ്ങനെ താഴോട്ട് പോവുക. എന്ന് വെച്ചാൽ നമ്മുടെ എന്റർടൈൻമെന്റ് ചാനലുകൾ കാണുന്നത് പോലും അത്രയധികം ആളുകൾ കുറവാണ്. അപ്പോൾ പിന്നെ ന്യൂസ് ചാനലുകളുടെ കാര്യം പറയണോ? വാസ്തവത്തിൽ ഈ ന്യൂസ് ചാനലുകൾക്ക് ഒരു പ്രാധാന്യവും ഇവിടെ ഇല്ല എന്നതിന് തെളിവാണ് ഈ വ്യത്യാസം. ഇതിനേക്കാൾ എത്രയോ ലക്ഷം ആളുകൾ മറുനാടനെ പോലുള്ള മാധ്യമങ്ങൾ കാണുന്നു. എല്ലാ ദിവസവും ഞാൻ ഒരു വീഡിയോ എങ്കിലും 5 ലക്ഷം പേരിൽ കൂടുതൽ കാണുന്നുണ്ട്. 5ഉം 10ഉം ലക്ഷം പേർ കാണുന്നു. ഒരു ദിവസം 5ഓ 6ഓ വീഡിയോ ചെയ്താൽ അത് 15-20 ലക്ഷം പേരാണ് കാണുന്നത്. കേരളത്തിലെ ഒരു ചാനലിലും വളരെ അപൂർവമായ ചില സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് 24 രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഉണ്ടായി, അല്ലെങ്കിൽ അപൂർവമായ ചില സാഹചര്യങ്ങളിൽ ഒഴിച്ചാൽ ഒരു ചാനലിന്റെയും യൂട്യൂബിൽ മറുനാടനുള്ള അത്രയും പ്രേക്ഷകർ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇതൊന്നും അറിയാതെ ചാനലുകൾ ഹൈപ്പ് ചെയ്യുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ശമ്പളം കൊടുത്തുകൊണ്ട് ആളെ എടുക്കുന്നു. ഈ മത്സരം ഇത്രയും മൂർച്ഛിക്കാൻ കാരണം അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തതാണ്. ആ റിപ്പോർട്ടർ ചാനൽ അവർ ഏറ്റെടുക്കുന്നു. അവരെ വാരിക്കോരി കാശ് കൊടുക്കുന്ന കാരണം അവർക്ക് തട്ടിപ്പിലൂടെ സമ്പാദിച്ച കാശുണ്ട്. മിടുക്കനായ ഡോക്ടർ അരുൺകുമാർ അതിന് ചുമതലയിൽ എത്തിയതോടെ പണം മാത്രം ഇടേണ്ട കാര്യമില്ല. മാത്രമല്ല അനിൽ അയിരൂരിന്റെ സാങ്കേതിക വൈദഗ്ധ്യം കൂടി വന്നതോടെ റിപ്പോർട്ടർ ചാനൽ കളം പിടിച്ചു. അതുകൊണ്ട് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടായത് പരമ്പരാഗത ചാനൽ സംസ്കാരത്തിന് ആദ്യം പൊളിച്ചെഴുത്തു നടത്തിയ 24 ശ്രീകണ്ഠൻ നാരായണ അതിന്റെ സാരഥി. അരുൺകുമാറിന്റെയും അനിൽ അയിരൂരിന്റെയും സംഭാവന അതിൽ ശക്തമാണ്. പിന്നീട് അവർ രണ്ടുപേരും പുറത്തു പോകുന്നു. അങ്ങനെ മുമ്പോട്ട് കയറി വന്ന് ആ കളമാണ് റിപ്പോർട്ടർ പിടിച്ചെടുക്കുന്നത്. അങ്ങനെ റിപ്പോർട്ടറും 24 തമ്മിൽ യുദ്ധമായി ഇത് മാറുന്നു. ഇപ്പോഴിതാ പുതിയൊരു ചാനൽ കൂടി വരുന്നു, ബിഗ് TV. ഈ അനിൽ അയിരൂർ റിപ്പോർട്ടറിന് പുറത്തിറങ്ങി പുതിയ ചാനൽ തുടങ്ങുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് ചാനൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൽ പറഞ്ഞൊരു 10 ലക്ഷം രൂപ മുടക്കിയാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്നും സുജയ പാർവതിയെ കൊണ്ടുപോയത്. ആലോചിച്ച് നോക്കുക, ഈ സാലറി ഇതിനു മുൻപുണ്ടായിരുന്ന ഏക മാധ്യമ പ്രവർത്തകൻ അരുൺകുമാറാണ്. റിപ്പോർട്ടർ ചാനൽ 10 ലക്ഷമുണ്ട്. നമുക്കതിൽ അത്ഭുതം തോന്നില്ല, കാരണം രാവും പകലും പണിയെടുക്കും. അരുൺകുമാർ ഇല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ. ഇപ്പൊ അരുൺകുമാർ പുറത്തേക്ക് ഇറങ്ങിയാൽ റിപ്പോർട്ടർ ചാനൽ തീർന്നു. അവിടെ തള്ളാൻ വേണ്ടിയിട്ട് ആന്റോ അഗസ്റ്റിൻ ഉണ്ടെങ്കിലും അരുൺകുമാർ അവിടെ നിന്ന് പോയാൽ ചാനൽ തീർന്നു. അതുകൊണ്ട് 10 അല്ല 25 ലക്ഷം രൂപ കൊടുത്താലും കൂടുതലല്ല. പിന്നെ അതിനേക്കാൾ ശമ്പളമുള്ളത് ശ്രീകണ്ഠൻ നായർക്കാണ്. പക്ഷെ ശ്രീകണ്ഠൻ നായർ ആ ചാനലിന്റെ ഉടമ കൂടിയാണ്. അസം അരുൺകുമാർ ഉടമയല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു വലിയ അത്ഭുതം എന്ന് പറയുന്നത് സുജയ പാർവതി 10 ലക്ഷം രൂപ ശമ്പളത്തിൽ ബിഗ് ടിവിയിലേക്ക് വന്നു എന്ന് പറയുന്നതാണ്. മാത്രമല്ല കേരളത്തിൽ ആദ്യമായി ഒരു ചാനലിൽ ചീഫ് എഡിറ്ററായ ഒരു സ്ത്രീ വരികയാണ്. ഇതൊക്കെ വലിയ സംഭവമാണ്. ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബിഗ് TV കൂടി വരാൻ തുടങ്ങിയതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടം തുടങ്ങി. വലിയ ഓഫറാണ് ബിഗ് TV കൊടുക്കുന്നത്. മിക്ക ചാനലുകളുടെയും സ്ഥിതി എന്ന് പറയുന്നാൽ കുറച്ചു പേർക്ക് വലിയ ശമ്പളം ഉണ്ടാവും, ബാക്കി ആർക്കും ശമ്പളമില്ല. ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും മനോരമയിലും എല്ലാവർക്കും മിനിമം സാലറി ഉണ്ടായി. അതൊരു പത്രം പോലെ തന്നെ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തത്. മറ്റു ചാനലുകളൊക്കെ കുറച്ചു പേർക്ക് വലിയ ശമ്പളം കൊടുക്കും, ബാക്കിയുള്ളവർക്ക് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് TV വലിയ ഓഫർ വെച്ചപ്പോൾ എല്ലാ ചാനലിൽ നിന്നും ആളുകൾ ഒഴുകാൻ തുടങ്ങി, പ്രത്യേകിച്ച് 24 റിപ്പോർട്ടറിനും. റിപ്പോർട്ടർ എന്ത് ചെയ്തു? അതൊരു പ്രതിസന്ധിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരുടെയും ശമ്പളം ഉയർത്തി. വാസ്തവത്തിൽ ബിഗ് TV ചെയ്ത ഏറ്റവും വലിയ ഉപകാരം റിപ്പോർട്ടറിലെ ജീവനക്കാരുടെ ശമ്പളം ഉയർത്തി എന്നതാണ്. 25,000 മുതൽ 50,000 രൂപ വരെയാണ് റിപ്പോർട്ടർ ചാനൽ മിക്കവരുടെയും ശമ്പളം കൂട്ടിയത്. അതുകൊണ്ട് അങ്ങനെ ശമ്പളം കൂട്ടിയാണ് റിപ്പോർട്ടർ ചാനൽ ഒഴുക്ക് തടഞ്ഞത്. എന്നിട്ടും അനേകം റിപ്പോർട്ടർ ചാനൽ വിട്ടുപോയി. എന്നാൽ അത്രയധികം ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് 24 നിന്ന് കൂട്ടത്തോടു കൂടിയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 24 ന്യൂസ് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. അവരുടെ കാലത്ത് റേറ്റിംഗ് താഴ്ന്ന്
അങ്ങനത്തെ മനോരമയ്ക്കൊപ്പം എത്തിയിരുന്നു. പക്ഷേ ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുമ്പോൾ 24 പിടിച്ചു കയറി. ഇന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ 4ാമത്തെ ആഴ്ചയിലെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഏഷ്യാനെറ്റ് തന്നെ മുമ്പിൽ 96 പോയിന്റ്, റിപ്പോർട്ട് 81 പോയിന്റ്, 24 50 പോയിന്റ്, മനോരമ 38, ന്യൂസ് മലയാളം വീണ്ടും കയറി 30, മാതൃഭൂമി 30, ജനം TV 26, കൈരളി 19, ന്യൂസ് കേരള 10. ഞാൻ ഓർക്കണേ, നമ്മൾ ഈ 2000-ഉം 3000-ഉം ദേശീയ ചാനലുകൾ ഉള്ളപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും അധികം കണ്ട ഏഷ്യാനെറ്റിൻ്റെത് വെറും 96 പോയിന്റാണ്. രണ്ടാമത് ഇരിക്കുന്നത് 81 പോയിന്റാണ്. ഇതെല്ലാവരുടെയും കൂടെ കൂടി, എല്ലാ പ്രേക്ഷകരുടെയും കൂടിയാൽ ഹിന്ദിയിലെയോ തമിഴിലെയോ തെലുങ്കിലെയോ ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകളാണ് ചാനലിന് എത്ര എത്തില്ല. എന്നിട്ടാണ് ഈ മത്സരം എന്ന് ഓർക്കണം. എന്തായാലും ഇവിടെ ശ്രദ്ധേയമായ നേട്ടം, റിപ്പോർട്ടർ പിടിച്ചു നിൽക്കുന്നു. സുജയ പാർവതി പോയിട്ടും റിപ്പോർട്ടറിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു തെളിവാണ്. അതേസമയം 24 വളരെയധികം ശ്രദ്ധേയമാണ്. അവർ 10 പോയിന്റ് കൂട്ടി, 40 പോയിന്റിൽ നിന്നും 10 പോയിന്റ് കൂട്ടി 50ലേക്ക് കയറി. അതായത് താഴോട്ട് പോയി 24 കയറി വന്നു. മനോരമ അവരുടെ ആ കൺസിസ്റ്റൻസി നിലനിർത്തുന്നുണ്ട്. മാതൃഭൂമിയും സ്ഥിതി മെച്ചപ്പെടുത്തുന്നു. ന്യൂസ് മലയാളം കയറി വന്നു. ജനം TV 26ൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച ജനം TVക്ക് ഉണ്ടായ നേട്ടത്തിന്റെ കാരണം കേരള കുംഭമേള എന്ന മഹാമാഘ മഹോത്സവം നന്നായി കവർ ചെയ്തതുകൊണ്ടാണ്. ശബരിമല പ്രശ്ന സമയത്തായിരുന്നു അവർക്കുണ്ടായി. ഇത്തരത്തിൽ ഹിന്ദു കോസുകൾ അവർ ഫോക്കസ് ചെയ്താൽ ജനം TVക്ക് ഉയർന്നു നിൽക്കാൻ കഴിയും. ജനം TVക്ക് മാത്രമേ അതിന് സാധിക്കൂ. അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ചാനൽ മത്സരം മുറുകുമ്പോൾ വലിയ സമ്മർദ്ദമാണ്. ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ടർ ചാനൽ ഒരു വിധത്തിലാണ് അവരെ ആളുകളെ പിടിച്ചു നിർത്താൻ ശമ്പളം കൂട്ടി. എന്ന് മാത്രമല്ല, സുജയ പാർവതി പോയതിന്റെ ക്ഷീണം തീർക്കാൻ മാതൃഭൂമിയിൽ മാധു സജി എടുത്തു കഴിഞ്ഞു. കുറെ ഊഹാപോഹങ്ങളുണ്ട്. ഞാൻ നേരത്തെ മാധുവിനോട് ചോദിക്കുമ്പോൾ മാധു പറഞ്ഞില്ല, തീരുമാനമായില്ലെന്ന് പറഞ്ഞു. പക്ഷെ മാധുവിന് വലിയ ഓഫർ ഉണ്ടായിരുന്നു. ബിഗ് ടിവിയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു, റിപ്പോർട്ടറിന് ഓഫർ ഉണ്ടായിരുന്നു. ബിഗ് ടിവിയിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്യുന്നത് എനിക്കറിയാം. റിപ്പോർട്ടറിൽ എത്രയാണെന്ന് എനിക്കറിയില്ല. ബിഗ് ടിവിയിൽ നിന്നും ഓഫർ ഉണ്ടായിരുന്നു, റിപ്പോർട്ടറിന് ഓഫർ ഉണ്ടായിരുന്നു. ഒടുവിൽ മാധു റിപ്പോർട്ടറിൽ പോകാൻ തീരുമാനിച്ചു. നാളെയാണ് മാതൃഭൂമിയിലെ മാധുവിന്റെ അവസാനത്തെ ദിവസം. മാധുവിന്റെ ചിത്രം ഒഴിവാക്കിക്കൊണ്ട് മാതൃഭൂമി ചാനൽ അവരുടെ പേജ്, ഫേസ്ബുക്ക് പേജ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നു മാധു പുറത്തേക്ക് പോവുകയാണെന്ന്. പക്ഷെ മാധു ഉണ്ട്, നാളെ ഇറങ്ങും, ഇന്നുകൂടി മാത്രമേ മാധു ഉണ്ടാവൂ. മാധു റിപ്പോർട്ടർ ചാനലിലേക്ക് പോവുകയാണ്. റിപ്പോർട്ടർ എന്തായാലും കാശിറക്കി തന്നെ അവരുടെ തിരിച്ചടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. റിപ്പോർട്ടറിന് കാശുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് റിപ്പോർട്ടർ പിടിച്ചു നിൽക്കുന്നത്. ജീവനക്കാരുടെ ഒഴുക്ക് തടഞ്ഞു. ഇപ്പോൾ സുജയ പാർവതിക്ക് പകരം മാധുവിനെ ഇറക്കി. മാതൃഭൂമി ചാനലിന്റെ മുഖമായിരുന്നു മാധു. മാധു ബഹുമിടിക്കായിരുന്നു. ഹാഷ്മിയും ശ്രീജാശ്യാമും പോയപ്പോഴാണ് മാധുവിനോട് അവസരം കിട്ടുന്നത്. പക്ഷേ മാധു ആ ചെറിയ കാലയളവിൽ താൻ പ്രഗത്ഭയാണെന്ന് തെളിയിച്ചു. അതുകൊണ്ടാണ് മാധുവിന്റെ വിപണി മൂല്യം ഉയർന്നതും മാധുവിന് വേണ്ടി റിപ്പോർട്ടർ ചാനൽ ബിഗ് ടിവിയും ഒരുപോലെ പിടിച്ചതും. എന്തായാലും മാധു റിപ്പോർട്ടറിന്റെ ഓഫർ സ്വീകരിച്ചു. എനിക്കറിയില്ല ഈ കളങ്കിത കച്ചവടക്കാർക്കിടയിൽ പോയി മാധു എന്ത് ചെയ്യുമെന്നറിയാം. എന്തായാലും മാധു മിടുക്കിയായ ചാനൽ അവതാരികയാണ്. എന്തായാലും മാധു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്ഥിരീകരിക്കാൻ കഴിയും. റിപ്പോർട്ടർ ചാനലിന് ആ ഒരു തിരിച്ചടിയിൽ നിന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. പിന്നെ അരുൺകുമാർ ഉള്ളിടത്തോളം കാലം റിപ്പോർട്ടറിന് ആരെയും ഭയപ്പെടേണ്ടതില്ല. റിപ്പോർട്ടർ പലരെയും കൊണ്ടുവച്ചു. ഒന്നും പകരം അരുൺകുമാറിനോട് സംവദിക്കാൻ പറ്റിയ ആളെ കിട്ടില്ല. എന്തായാലും മാധു വരുന്നതോടുകൂടി സ്ഥിതി മെച്ചപ്പെടുമെന്ന് അവർ കരുതുന്നു. എന്നാൽ 24ന്റെ ക്ഷീണം അസാധാരണമാണ്. 24ന് കൂട്ടത്തോടുകൂടി ആളുകൾ പോവുക. ഇന്നലെയും മിനിഞ്ഞാന്നുമായി 4 പേരാണ് 24ന് രാജിവെച്ചത്. 4 പേർ. അതിൽ അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്ന വിജയകുമാർ. വിജയകുമാർ എന്ന് പറയുന്നത് ഒരു ശാന്തനായ മനുഷ്യനാണ്. വലിയൊരു ഓളം വെച്ച് നിൽക്കുന്ന ആളല്ല, പക്ഷേ കഷ്ടപ്പെടുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. നല്ല ജേർണലിസ്റ്റാണ്. ഇന്ത്യ വിഷൻ കാലം മുതൽ നല്ല ജേർണലിസ്റ്റാണ്. വലിയ ഓളം വെക്കുന്ന ആളല്ല. 24 ന്യൂസിന്റെ ഒരു സ്ഥിരം നിക്ഷേപമായിരുന്നു വിജയകുമാർ. വിജയകുമാർ 24 ന്യൂസ് വിട്ടുപോകുമെന്ന് ആരും കരുതിയില്ല. പക്ഷെ വിജയകുമാറും പോയി. ഓർക്കണം, സുജയ പാർവതി 24 വിട്ടാണ് റിപ്പോർട്ടർ ചെന്ന് അവിടെ നിന്ന് ഇപ്പോൾ 10 ലക്ഷം രൂപ ശമ്പളത്തിൽ ബിഗ് ടിവിയിൽ എത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വിട്ടുപോകുന്നത് 24ൽ നിന്നാണ്. അതിനൊരു അസ്വസ്ഥത കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ വെച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു പലരും വിട്ടുപോവുകയാണ്, കാശിന് വേണ്ടി പോകുന്നതാണ്, പക്ഷെ എന്നിട്ട് ആദർശം പറയുന്നു, കുറ്റം പറയുന്നു ഒക്കെ പറഞ്ഞിരുന്നു. ഹാഷ്മിയെ വല വീശിയിട്ടുണ്ട്. ബിഗ് ടിവിയും റിപ്പോർട്ടർ ചാനൽ ഹാഷ്മിയെ വല വീശി പിടിക്കാൻ കാത്തുനിൽപ്പുണ്ട്. രണ്ടുപേരും ഹാഷ്മിയെ പിടികൂടിയിട്ടുണ്ട്. ഹാഷ്മി അരമനസ്സിലാണ്. പക്ഷേ ഹാഷ്മിയെ വിടാതിരിക്കാൻ ശ്രീകണ്ഠൻ ശ്രമിക്കുന്നുണ്ട്. ഹാഷ്മിയുടെ ശമ്പളം ഒക്കെ കൂട്ടിക്കൊടുത്ത് ശ്രീകണ്ഠൻ നിലനിർത്താൻ ശ്രമിക്കുന്നു. 24ൽ നിന്ന് 4 പേര് പടിയിറങ്ങി. നിസ്സാര കാര്യമല്ല. ഇപ്പൊ ഒരു പുതിയ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും. വിജയകുമാർ, സുർജിത് അയ്യപ്പത്ത്, പിന്നെ സുരാജ് സജി, പിന്നെ ശ്രീനിത കൃഷ്ണൻ, ഈ 4 പേരും 24ന് പടിയിറങ്ങിയതിന്റെ വാർത്തകൾ പുറത്തു വന്നു. അതിൽ കൂടുതൽ ആളുകൾ പോയിട്ടുണ്ട്. ബിഗ് ടിവിയുടെ ഡെസ്കിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് 24ന്. 24ന് കൂട്ടപ്പലായനമാണ്. 24 ആണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. കാരണം അവിടെ വലിയ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ അവസരം കിട്ടിയപ്പോൾ പോവുകയാണ്. വലിയ പ്രതിസന്ധിയാണ്. പക്ഷെ എന്നിട്ടും ശ്രീകണ്ഠൻ നായർ പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഏറ്റവും പ്രതിഭാധനരായ ചാനൽ മുഖങ്ങൾ എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായരുടെയും അരുൺകുമാറും. രണ്ടുപേരുടെ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അവരുടെ പ്രതിഭയെ അംഗീകരിക്കാതിരിക്കുന്ന നിവൃത്തിയില്ല. ശ്രീകണ്ഠൻ നായർ ഈ പ്രതിസന്ധി തിരിച്ചറിഞ്ഞ് കഷ്ടപ്പാട് കൂട്ടി. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഒരേ സമയം ഫ്ലവേഴ്സിലും 24ലും ഇങ്ങനെ സജീവമായി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. 2 ചാനലും എപ്പോഴും
ശ്രീകണ്ഠൻ നായരുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോഴിതാ തമ്മിൽ എന്ന പേരിൽ പഴയ ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിൽ പോലൊരു പരിപാടി കൂടി തുടങ്ങിയിരിക്കുന്നു. തമ്മിൽ വളരെ ഹിറ്റാണ്, ഇൻസ്റ്റന്റ് ഹിറ്റാണ്. സോഷ്യൽ മീഡിയയിലെ ചെറിയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിലെ താരങ്ങളെ കൊണ്ടിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടി റേറ്റിംഗ് കൂട്ടുകയാണ്. അതുപോലെ തന്നെ ഏറെ വിമർശനങ്ങൾ നേരിട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്റർവ്യൂ കിട്ടിയത് 24 മാത്രമാണ്. അപ്പൊ ഇത്തരത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടും കഠിന പ്രയത്നം ചെയ്തും ശ്രീകണ്ഠൻ നായർ തന്റെ നഷ്ടപ്പെട്ടു പോയ സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചാനൽ എന്ന നിലയിൽ വലിയ തിരിച്ചടി, കാരണം വലിയ ഷോർട്ടേജ്, ജീവനക്കാരെല്ലാം കൂട്ടത്തോടെ പോയ സാഹചര്യം ഉണ്ട്. എന്തായാലും ചാനൽ മത്സരം മുറുകുകയാണ്. ഈ മാസം ഒടുവിൽ ബിഗ് TV സംപ്രേഷണം ചെയ്യും. ബിഗ് TV കൂടി രംഗത്ത് വരുന്നതോടുകൂടി കൂടുതൽ കൂടുമാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് കരുതപ്പെടുന്നു. ചാനൽ മത്സരങ്ങൾ മുറുകി പോകുമ്പോൾ എവിടം വരെ എത്തുമെന്ന് കണ്ടിരിക്കാം. എന്തായാലും കേരളത്തിലെ ചാനൽ സംസ്കാരത്തിന് വലിയ ആഘാതമുണ്ടാക്കിയവരാണ്. വ്യാജ വാർത്തകളും സത്യസന്ധമല്ലാത്ത നിലപാട് കൊണ്ട് ആഘാതമുണ്ടാക്കിയവരാണ് 24 റിപ്പോർട്ടറും. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്ന ക്ഷീണം കേരള സമൂഹത്തിനുണ്ടാവുന്ന നേട്ടമാണ്. കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്.